ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ അവിടെ ചമോലി ജില്ലയിലെ മനയിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 8 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. പ്രദേശത്ത് 7 അടി ഉയരത്തിൽ മഞ്ഞു വീണ് കിടക്കുന്നുവെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം. 4 പേരാണ് അപകടത്തിൽ മരിച്ചത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ അപകടത്തിൽ ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ചിലരൊക്കെ അല്ലാതെ തന്നെ രക്ഷ നേടിയിരുന്നു. പക്ഷേ ഈ മഞ്ഞ് ഇടിച്ചിൽ, മഞ്ഞുവീഴ്ച അത് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും അതേ സാഹചര്യം തന്നെയാണോ അവിടെയുള്ളത്? വെരി ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. ഇപ്പോഴും അതീവ വെല്ലുവിളി നിറഞ്ഞ ഒരു രക്ഷാദൌത്യമാണ് ഉത്തരാഖണ്ഡിലെ മനയിലേത് എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. കാരണം മഞ്ഞിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ മഞ്ഞുവീഴ്ചയും മഴയും ഉണ്ട്. ഇതെല്ലാം തന്നെ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുകയാണ്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് കൂടുതൽ മഞ്ഞ് നിലവിലുള്ള ഈ ഇടിഞ്ഞു വീണ മഞ്ഞിന് മുകളിൽ കൂടുതൽ മഞ്ഞ് കനപ്പെടാൻ ഇടയാക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണ് എന്നും രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നു. ഇനിയും കണ്ടെത്താനുള്ളത് 5 പേരെയാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ പ്രധാനമായും സൈന്യത്തിന്റെ ഗഡ്വാൾ റെജിമെന്റ്, കൂടാതെ ITBP, സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകൾ എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ആളുകളെ പുറത്തെടുത്താൽ ഉടൻ തന്നെ അവർക്ക് ചികിത്സ ലഭ്യമാക്കാനായി അടുത്തുള്ള വിദഗ്ധ ചികിത്സ നൽകാവുന്ന മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 55 പേരാണ് ഈ മഞ്ഞുവീഴ്ചയിൽ അകപ്പെട്ടത്. അതിൽ 22 പേർ സ്വയം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. മറ്റുള്ളവരെ സൈന്യം രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ മാത്രം രക്ഷാദൌത്യത്തിൽ 14 പേരെ മഞ്ഞിൽ നിന്നും പുറത്ത് എത്തിച്ചു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരിൽ ഒരാൾ മരിച്ചു. പിന്നീട് നടത്തിയ രക്ഷാദൌത്യത്തിനിടെ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയായിരുന്നു. ഈ പുറത്ത് എത്തിച്ചവർക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളും 3 മെഡിക്കൽ കോളേജുകളിലായി ഒരുക്കിയിട്ടുണ്ട്. രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് സൈന്യം അറിയിക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് മറ്റ് ക്രമീകരണങ്ങൾ രക്ഷാദൌത്യത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സ്മിത ക്രിസ്റ്റീന.